ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രണവ് പ്രവീൺ കുടുംബ പ്രശ്നം. ഏറ്റവും ഫേമസ് ആയ ഏകദേശം 40 ലക്ഷത്തോളം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ് ഈ പ്രണവ് പ്രവീൺ ഫാമിലി ബ്ലോഗ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലി ബ്ലോഗ് വളരെ രസികമാണ്. അത്തരം ഒരു കുടുംബത്തിൽ പോയി പിറന്നാൽ മതി എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിൽ വളരെ ആകർഷണീയമായ രീതിയിൽ സ്വന്തം വീഡിയോകൾ, സ്വന്തം അനുഭവങ്ങൾ, അതുപോലെ തന്നെ സ്വന്തം വീട്ടിലെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹമായി പങ്കുവെച്ചിരുന്ന ഒരു ചാനലാണ്. തീർച്ചയായും അത് എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ കേരളക്കാരും മൊത്തം ഏറ്റെടുത്ത ഒരു ഫാമിലി ബ്ലോഗറാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് വളരെ മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫാമിലിയെ പറ്റിയും ആ ബ്ലോഗറെ പറ്റിയും എല്ലാം. തീർച്ചയായും അത്യധികം വേദനാജനകമായ, ഒരിക്കലും സമൂഹത്തിൽ സംഭവിച്ചു കൂടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി സംഭവിച്ചിരിക്കുന്നു. അത് എവരുടെയും മനസ്സ് ഒന്ന് പിടിച്ചു കുലുക്കുന്നതാണ്. അതുപോലെ തന്നെ നിയമപ്രശ്നത്തിലേക്കും എല്ലാം നീങ്ങുന്നതാണ്. ഡൊമസ്റ്റിക് വയലേഷൻ ആക്ട് വരെ ഇവിടെ നിലവിലുണ്ട്. തീർച്ചയായും അത്തരം കേസുകളിലേക്കും മറ്റും കടന്നേക്കാവുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ പറയുന്ന പ്രവീണിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ മൃദുലയെയും സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന അന്നെടുത്ത് കാല് കുത്തി അന്ന് മലയാളം പഠിക്കുന്നവർ എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു, എവിടെ റൂം, ഇവിടെ റൂം, ഇവിടെ ആർക്കൊണ്ടാക്കിയിട്ടില്ല റൂം. ആ ഇല്ല, ഇവിടെ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറയും പോകുന്നു. ആ ഇവിടെ പറ്റൂല, ഇവിടെ കേൾക്കാത്തൂല. അല്ലെങ്കിൽ എനിക്ക് പറയാൻ, എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പട് നേരത്തെ പറയുന്നത് എത്ര സമയത്തെ വാർത്തയിട്ടുണ്ട്. ഓ ഇവിടെ വന്നിരിക്കുന്നു, നിന്നെ വീഡിയോ കോപ്പറിക്കുന്നു. അയ്യോ നമ്മൾ രാമായണത്തിൽ പോകാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുത്തിങ്ങനെ ഞങ്ങളൊന്നും കഴിച്ചില്ല. ദുരിതമൊന്നും എനിക്കുള്ള കൊണ്ടുപോയില്ല, എവിടെയും കൊണ്ടുപോയിട്ടില്ല, അവിടെയും കൊണ്ടിട്ടില്ല. ഇതിലെ ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെ ഇറങ്ങിപ്പോൻ പറയുന്നത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാണ്. അപ്പോൾ ഈ അച്ഛൻ വളരെ മോശമായ രീതിയിലാണ് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയോട് പെരുമാറുന്നത്. എന്തൊക്കെ തെറ്റ് അവർ ചെയ്താലും തീർച്ചയായും ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, അതും 9 മാസത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നത് വളരെ മോശമായ, വളരെ നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത വളരെ മോശമായ ഒരു പ്രകൃതമാണ് അച്ഛൻ കാണിച്ചത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. ആ സ്ത്രീ പറയുന്നു, ആ സ്ത്രീ വന്ന് കയറിയതിന് ശേഷമാണ്, അദ്ദേഹത്തിൻ്റെ കാല് ആ വീട്ടിൽ ചവിട്ടിയതിനു ശേഷമാണ് ഇവിടെ പ്രശ്നത്തിന് തുടക്കമെന്നും തൻ്റെ ഏട്ടൻ ഒരു പെൺകോന്തനായി പോയി എന്നാണ് അനുജനും അതുപോലെ തന്നെ അച്ഛനും പറയുന്നത്. തീർച്ചയായിട്ടും ആ മഹദി വളരെ പീഡനത്തിനിരയായിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദുരനുഭവം, അദ്ദേഹത്തിന് ആ ഏട്ടനും മനിയനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ശാരീരികമായി നോവേൽക്കുന്ന ഒരു അവസ്ഥയും ആ പെങ്ങൾക്കുണ്ടായി. വളരെ വേദനാജനകമാണ്. തീർച്ചയായും അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം അതുപോലെ തന്നെ അവിടുത്തെ നിയമവും ഈ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അതിനുള്ള ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അനിയനാണ് സോഷ്യൽ മീഡിയയിലെ ലിങ്കും മറ്റു കാര്യങ്ങളും മാറ്റിയത് എന്നാണ് മൃദുല പറയുന്നത്. അതെല്ലാം അനിയൻ ഇപ്പോൾ ഏട്ടൻ്റെ പേരിലാണ് ചാർത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനും കാരണം ഇവളെ ഒറ്റൊരുത്തിയാണ് എന്നും ഇവളെല്ലാം ഏട്ടൻ്റെ കൂടെ നിൽക്കുന്നതാണ് പ്രശ്നം എന്നുമാണ് മൃദുല പറയുന്നത്. താൻ എല്ലാ കാര്യത്തിനും ഏട്ടൻ്റെ കൂടെ നിൽക്കുന്നു, അതാണ് വീട്ടുകാരെ ചൊടിപ്പിക്കുന്നതെന്നും തൻ്റെ അച്ഛൻ ഈ വീട്ടിൽ വന്ന് പോകുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത് എന്നും അവർക്ക് ഇവർ മുഖം കൊടുക്കാറില്ല എന്നും മൃദുല വളരെ വേദനയോടെ ആ ഗർഭിണിയായ സ്ത്രീ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുകയാണ്. തീർച്ചയായിട്ടും വീട് തറയില് ഞാൻ വന്നപ്പോ ഏട്ടനെ ഒറ്റപ്പെടുത്തി, ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരോട് ചേർന്ന് ഒറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞാലും കാരണം ഞാനുള്ളത് കൊണ്ടാണ് ഞാൻ. എന്നാ പിന്നെ എന്തിനാ ഇവര് പെണ്ണ് കെട്ടിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാലും പറയാം, അവ ഒറ്റയ്ക്കില്ലേ, നീ ഒറ്റയ്ക്കല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എന്താ, ഞാൻ എല്ലാത്തിനും കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം. ഏട്ടൻ എന്നെ വഴക്ക് പറയാത്തതോ ചീത്ത വിളിക്കുന്നതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത്. എവിടെ പോവും, കൊണ്ടുപോകും. പിന്നെ എന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചെനിക്ക് അറിഞ്ഞൂടെ. ഇനി മേന ആദ്യം ഏട്ടൻ്റെ കുറെ ചീത്ത വിളിച്ചു. എന്നിട്ട് ഇനി മേന
അവനെ എന്നെ വിളിക്കരുത്, ഞാനിനി ഒന്നിനുമില്ല, ഞാനിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിന്നെ അവൻ വലിച്ച് കീറിയനായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് അവനിനി ഒന്നും വിളിക്കുന്നത്. അവനാ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആദ്യം യൂട്യൂബിൻ്റെ ലിങ്ക് എല്ലാം മാറ്റി, നിങ്ങൾ തന്നെ കണ്ടത്, പിന്നും എല്ലാം മാറ്റി അവനാ ആദ്യം തുടങ്ങിയത്. എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കളഞ്ഞു എന്നുള്ള രീതിയിൽ. അമ്മയൊക്കെ പറഞ്ഞായിരുന്നു, നീ മൂഞ്ചോടാ, നിനക്കാരുമില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ടെന്ന്. ഇവരുടെ അല്ലാതെ ഞാൻ പുറത്തു പോയിട്ടില്ല ഇന്ന് വരെ ഇവരുടെ കൂടെ അല്ലാതെ ഞാൻ ഈ വീട് വിട്ടവിടെ. നിങ്ങൾക്കറിയാം അണിയമ്മ കൊണ്ട് പോലും അവനില്ലാതെ ഞാൻ ഒരു പേഴ്സണലായിട്ട് സർജറി പോയിട്ടില്ല. ഇല്ല, എൻ്റെ വീട്ടുകാരെ കണ്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ദേഷ്യവും. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി തിന്നിട്ട് പോലുമില്ല. എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ടുന്നതാണ്. അവരിവിടെ വന്നാൽ ചിലപ്പോൾ മോന്ത കാണിക്കും, ചില ദിവസം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോത്തേ മിണ്ടത്തിട്ട്. എന്ത് ചെയ്തെന്നൂടെ ഞാൻ വീട്ടിൽ പോലും പോയി അങ്ങനെ നിന്നിട്ടില്ല. ഈ കുടുംബം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവരുടെ എല്ലാവരെയും കാര്യങ്ങളും നോക്കിക്കൊടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കേൾക്കണം. എനിക്കല്ല എൻ്റെ കുഞ്ഞിന് കുറേ കിട്ടി. എനിക്കിതൊക്കെ വയ്യ. അവരിറക്കി വിടവിട്ട് അവർ സെറ്റ് ചേർന്ന് നിന്നെ അടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യായിട്ട്. എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവരെല്ലാവരെയും കൂടെ പിടിച്ചു മാറ്റാനും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ റൂമിൽ പൂട്ടി, അമ്മ പിടിച്ചോണ്ട് റൂമിലാക്കിയപ്പോൾ ഞാൻ ആ റൂം പൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. എനിക്ക് അടച്ചിട്ട് ഞാൻ ഇട്ടിരുന്നു. എന്നെ കുറേ പറഞ്ഞു, നാളെ ഇവിടെ കുത്തിയിരിക്കും, ഇറങ്ങിപ്പോ. കുറേ ചീത്ത വിളിച്ചിട്ട്. തീർച്ചയായിട്ടും സാഹചര്യം വളരെ മോശമാണ്. ആ സഹോദരിയുടെ കണ്ണീർ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരുടെയും മനസ്സിനെ വളരെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അത്തരമൊരു അവസ്ഥ ഒരു സ്ത്രീക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. എന്തൊക്കെ തെറ്റ് ആ സ്ത്രീ ചെയ്താലും തീർച്ചയായിട്ടും 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയോട് ഒരു അച്ഛനും ഒരു മകനും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള നടപടി തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഒരു സ്ത്രീയെ യാതൊരു രീതിയിലും ഇത്തരമൊരു പ്രവൃത്തിയിലൂടെ നമ്മൾ നേരിടാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയനും ഈ ആക്രമണത്തിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയുണ്ടായി. അദ്ദേഹത്തെ അനിയൻ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നത് തൻ്റെ ഭാര്യയെ സഹായിക്കുന്നത് കൊണ്ട് താനൊരു പെൺകോന്തനാണ് എന്നും കുക്കിങ്ങിലും മറ്റും സഹായിക്കുന്നത് താനൊരു മോശപ്പെട്ട അവനായതുകൊണ്ട് ആണ് എന്നാണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം. അനിയൻ പറയുന്നു, മീശയൊക്കെ പിരിച്ച് നല്ല ജെന്റിൽമനായി നടക്കുന്നതാണ് ആണത്തം എന്നാണ് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് എന്നാണ് പ്രവീൺ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പണിയുമില്ലായിരുന്ന അനിയൻ മറ്റ് വിദേശ സംസ്ഥാനങ്ങളിൽ പോയി പണിയെടുക്കുമ്പോൾ അവിടുന്ന് അനിയനെ വിളിച്ചു വരുത്തി ഇവിടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അക്കൗണ്ടും മറ്റും കാര്യങ്ങൾ തുടങ്ങി വീഡിയോ ഒക്കെ ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ഞാനാണ് എന്നും അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഒന്നിച്ച് വാങ്ങിയതാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ അനിയൻ്റെ പേരിലാണ് അതെല്ലാം വാങ്ങിയിരിക്കുന്നത് എന്നും വളരെ വിഷമത്തോടെ അനുജൻ പറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില പോലെ തന്നെ ചവച്ച് പുറത്തേക്ക് തുപ്പുകയാണ് അവർ എന്നും ഇതെല്ലാം ഞാൻ എൻ്റെ അനിയനും തൻ്റെ കുടുംബക്കാർക്കും ചെയ്തു കൊടുത്തതിന് അവർ തന്ന സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നത് അനുജനും അച്ഛനും കൂടിയും ഏട്ടനെ ആക്രമിച്ച വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു അവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാകാതിരിക്കട്ടെ. പെണ്ണിൻ്റെ അടിമ അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അപ്പം പെണ്ണിൻ്റെ അടിമ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശയെ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അത് എൻ്റെ ജനറേഷനല്ല, എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ്. പെണ്ണ് പറയുന്ന കേൾക്കരുത്, ഞാൻ അവർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ അടിമ. എനിക്ക് ഡൗട്ട് വേണം എന്തുകൊണ്ട് ഞാൻ കൊച്ചു ചാനലിൽ നിന്ന് പോയി. അവൻ തന്നെയാണ് മൃദുലെടുത്ത് പറഞ്ഞത്, എന്നിൽ നിന്ന് കിട്ടാവട്ടൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ചു ജോലി ചെയ്ത് കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ അന്യനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളിയിൽ കിടക്കുന്ന വണ്ടിയും താറും എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്ന. ഇതിൽ കൂടുതൽ ഗതി കേട്ടവനാരുമില്ല അപ്പ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പ ഇറങ്ങി പോവാനും പറയാം പോവാ പാക്കേജ് ചെയ്യട്ടോ ഫുഡ് ചേട്ടാൻ വലിച്ച് കീറി. തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും കയ്യൂക്കിൻ്റെ കാര്യത്തിൽ
കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അതിൻ്റെതായ നിബന്ധനകൾ, അതിൻ്റെതായ കടമ്പകൾ തീർച്ചയായിട്ടും കടക്കേണ്ടതായിട്ട് വരും എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അതിനൊരു പരിഹാരം കാണുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഒരു കുടുംബത്തിലൊരു പ്രശ്നങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ ഒരു മേശയ്ക്ക് ചുറ്റും ആ അമ്മയും അതുപോലെ തന്നെ 2 മകനും ഒരു പെൺകുട്ടിയുമാണ് വീട്ടിലുള്ളത്. തീർച്ചയായിട്ടും അവർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന ഒരു പ്രശ്നം സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് വളരെ മോശമായ രീതിയിൽ മറ്റ് പേർക്ക് സമൂഹത്തിൽ അക്രമങ്ങൾ അയച്ചുവിടാനും അതുപോലെ തന്നെ സമൂഹത്തിനെതിരെ, നിങ്ങളെ ഫാമിലിക്കെതിരെ തന്നെ വളരെ മോശമായ കമൻറ്റുകളും അഭിപ്രായങ്ങളും ഉണ്ടാക്കിത്തരാൻ മാത്രമേ ഇത്തരം വീഡിയോകളും അതുപോലെ തന്നെ ഇത്തരം പ്രവൃത്തികളും സഹായിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത്രയും 40 ലക്ഷത്തോളം ആൾക്കാർ പിന്തുടരുന്ന ഒരു ചാനലും അതുപോലെ തന്നെ അതിനനുസരിച്ച് വരുമാനമുള്ള ഒരു കുടുംബം തീർച്ചയായിട്ടും ഒത്തൊരുമയോടെ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് അച്ഛനും അമ്മയും കുടുംബവുമായി മുന്നോട്ട് പോകണമെന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തീർച്ചയായും ഒരു ചർച്ച ഉണ്ടാകുമെന്നും ആ ചർച്ചയിലെ അവസാനം നല്ല ഒരു തീരുമാനം ആ കുടുംബം ഉണ്ടാക്കിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർത്തും പണ്ട് നമ്മൾ കണ്ടതുപോലെ തന്നെ നല്ലൊരു ഫാമിലി ബ്ലോഗുമായി പ്രവീണിന് തീർച്ചയായിട്ടും അടുത്ത് തന്നെ നമ്മുടെ മുന്നിൽ വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.